കർത്താവിന് എല്ലാ മഹത്വവും യേശുവിന്, എല്ലാ മഹത്വവും കർത്താവിന്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഗോഡ്. റബ ശക്തരെ ലമാർഥീനിയ ലഹോസിയാർബ ലബേ ഹോസ് വീൽ ഹെംസ് കോറു ഹോഷിയ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് ഹൃദയങ്ങൾ തുറന്ന് ഹോളി സ്പിരിറ്റിനെ മഹാൽഖേനിയ ദൈവത്തോട് സംസാരിക്കാൻ കൃപയുള്ള എല്ലാ ദൈവമക്കളും സംസാരിച്ച് ആത്മാവിൻ്റെ ഭാഷകളിൽ ആബ്രോസ് കോലോ ടൈനബോർ ഹോസി ടൈനി റോഫാദർ ഹെബൻ ഹോലി ഹൗ ഹി ബി ഹീൽ ഖോമ ഹോസി ബഹാദ് ഖി ബഹാർ ഹോസിസ് Lord behind his holy hail hofi bakara bashanda in the name of Jesus Christ talaito ruhosi behind il labiri he thosi hem daraba. കർത്താവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന അപ്പനെ, ദൈവകൃപയിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുന്നു. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ വേറെ എവിടെയും പതിയുന്നില്ലപ്പാ. തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ കണ്ണ് ഞങ്ങൾ നട്ടുവയ്ക്കുന്നു. കർത്താവേ, ഈ നട്ടുവെക്കുന്ന കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുകളുണ്ട്. ദൈവസന്നിധിയിൽ നിന്നൊരു ഉത്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. കരയുന്ന കണ്ണുകളുണ്ട്, നിരാശപ്പെട്ട കണ്ണുകളുണ്ട്, കലങ്ങിയ കണ്ണുകളുണ്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട കണ്ണുകളുണ്ട്, പ്രതീക്ഷ അസ്തമിച്ച കണ്ണുകളുണ്ട്, സഹായത്തിന് വേണ്ടി കേഴുന്ന കണ്ണുകളുണ്ട്. ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഇന്ന് ഉറ്റുനോക്കുകയാപ്പാ. ഞങ്ങൾ ഉറ്റുനോക്കുകയാ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയിങ്കിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ജീസസ് ഞങ്ങൾക്ക് ബലമുള്ള ഒരു ഗോപുരമായി യാഹെന്ന ദൈവമുള്ളതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച്, എല്ലാ ദൈവമക്കളും റാൽബോർ ഹോസിയാർ ബഹാന്തർ ഗമാന ലബേരിയാന ബൗഷസ്കിനി ഹാർഥിനി വിഹേൽകോരോ ഹംദേർ ഗേ ജബോലി ഹംദേർ വിഹിസ്തു വാൽഷീൻ മിഹിന്ദർ വാസിഗേവാ റേഹോ അസി മഹാനുസൂര ജാൽബോറിഹ സീന്ദർ വീസ് മഹാർ വഹേംദരെ. Glory, Gloria Bahatos ko mahani khalke thabo ruhodi wahati re bahate rams kholo vihani ho ye mahain siko rabihi shadabala hamde rahenu dulainiti huwa vizuvi dabadu huzmen mahani se ari holy amder gewa sihamdere. കർത്താവേ, 5 വൻകരകളെയും ആത്മാവിൽ തൊടുകയാണ്. 5 വൻകരകളെയും ആത്മാവിനാൽ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ 5 വൻകരകളെയും തൊടുകയാണ്. സകല രാജ്യങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ തൊടുന്നു. ആത്മാവിൽ അതിനെ സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ കരങ്ങൾ ആ വൻകരകളിലേക്ക് നീട്ടുന്നു. പിശാച് അടച്ചു വെച്ചതും പിശാച് തടഞ്ഞതും പിശാച് ബ്ലോക്ക് ചെയ്തതിനെയും യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ തുറന്നെടുക്കുന്നു. കർത്താവേ, വിടുവിക്കപ്പെടേണ്ട ആത്മാക്കളെ തടയുന്ന, അനുഗ്രഹിക്കപ്പെടേണ്ട ജനത്തെ തടയുന്ന, ജനത്തെ ഇതിനകത്തേക്ക് ഒഴുക്കി വിടാതെ വണ്ണം തടഞ്ഞു വെച്ചിരിക്കുന്ന സകല അണക്കെട്ടുകളും യേശുവിന് അധികാരമുള്ള നാമത്തിൽ തകർത്ത് ജനത്തെ സ്വതന്ത്രമായി വിടാൻ കൽപ്പിക്കുന്നു. ഉണർവിന് തടസ്സമായി നിൽക്കുന്ന, വിടുതലിന് തടസ്സമായി നിൽക്കുന്ന, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല പൈശാചിക കരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നു. കർത്താവേ, ആത്മാവിന്റെ വിടുതൽ വെളിപ്പെടാതെ, ദൈവാത്മ ചൈതന്യം വെളിപ്പെടാതെ, ദൈവിക രൂപാന്തരം വെളിപ്പെടാതെ, വചനവും മർമ്മവും വെളിപ്പെടാതെ അതിനെ തടയുന്ന സകല ദുഷ്ടന്റെ പദ്ധതികളെയും ഇരുട്ടിന്റെ ഭൂതങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഫാൽസിച്ച് വഴി തുറക്കുന്നു. റാൽ ക്രോസിയാന ബൗഡേനി ഷൈഡൽ കമാന.
Halkeriana, Baushaskeria, Alkeria, Shaidal Kamana, in the name of Jesus Christ. പരിശുദ്ധാത്മാവേ, ജനത്തെ അങ്ങയുടെ കയ്യിലേക്ക് തരുന്നു. ജനത്തെ അങ്ങയുടെ കയ്യിലേക്ക് തരുന്നു. കർത്താവ് ജനത്തോട് സംസാരിക്കണമേ. ഞങ്ങളിന്ന് ദൈവവചനം ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ വിടുതലിനും ഞങ്ങളുടെ അഭിവൃദ്ധിക്കും ഞങ്ങളുടെ ആത്മീയ ഉണർവിനും കാരണമാകുമാർ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടപ്പാ അനുഗ്രഹത്തോടെ ഞങ്ങളെ ഇരുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. Thank you, Lord. ഷാൽമാഹാസിയബ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ ഹാൻഡിൽ ചെയ്യും. ഇങ്ങനൊരു വാക്ക് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഞാൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ ഹാൻഡിൽ ചെയ്യും. ഞാൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ കൈകാര്യം ചെയ്യും. ആ കേസ് ഞാൻ കൈകാര്യം ചെയ്യും, ആ കാര്യം ഞാൻ കൈകാര്യം ചെയ്യും, ആ സബ്ജക്റ്റ് ഞാൻ ഹാൻഡിൽ ചെയ്യും. നിനക്ക് ഭാരമായ വിഷയം ഞാൻ ഹാൻഡിൽ ചെയ്യും. നിനക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രോബ്ലം ഞാൻ ഹാൻഡിൽ ചെയ്യും. നിനക്ക് സൊല്യൂഷൻ കിട്ടാത്ത പ്രോബ്ലം ഞാൻ ഹാൻഡിൽ ചെയ്യും. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. ഈ മീറ്റിങ്ങിൻ്റെ തുടക്കം മുതൽ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം കർത്താവിനോട് പറയുന്നു, അത് നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതും എന്നാൽ ഇതുവരെ സൊല്യൂഷൻ കിട്ടാത്തതും, നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതും എന്നാൽ ഇതൊന്ന് പരിഹരിക്കപ്പെട്ടെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതും എന്നാൽ ഇതുവരെ പരിഹരിക്കപ്പെടാത്തതുമായ ആ സബ്ജക്റ്റിൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ ഹാൻഡിൽ ചെയ്യും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇന്ന് കർത്താവ് ഹാൻഡിൽ ചെയ്യുന്ന ദിവസമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഹാൻഡിൽ ചെയ്യുന്ന വിഷയമാണ്. ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് ഹാൻഡിൽ ചെയ്യും. പരിഹരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും ഇതുവരെ പരിഹരിക്കപ്പെടാത്തതായ വിഷയങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എന്നോടും കൂടെയാണ് പറഞ്ഞത്. ഒരു സഭയെ ശുശ്രൂഷിക്കുമ്പം അത് ദൈവാത്മാവ് എന്നോടും കൂടെയാണ് പറഞ്ഞത്, ദൈവം ഹാൻഡിൽ ചെയ്യും. ഐ അഗ്രി ദാറ്റ് വേർഡ്. ആ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആ വാക്ക് ഏറ്റെടുക്കുന്നു. ദാറ്റ് പ്രൊഫസൈസ് ഈസ് ഫോർ മീ. ആ പ്രവചനം ദൈവാത്മാവ് എന്നോടാണ് പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവ് അത് എന്നോടും കൂടെയാണ്. എത്ര പേർക്ക് ആ വാക്ക് പറയാൻ കഴിയും? ദാറ്റ് വേർഡ് ഈസ് ഫോർ മീ. വാക്ക് ദൈവം എന്നോടാ പറഞ്ഞു. ഞാൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ ഹാൻഡിൽ ചെയ്യും. ബ്രദറെ, ആ വാക്ക് നിങ്ങളോടാണ്. ദൈവം ഹാൻഡിൽ ചെയ്യും. ആ സബ്ജക്റ്റ് ദൈവം ഹാൻഡിൽ ചെയ്യും. ആ സബ്ജക്റ്റ് ദൈവം ഹാൻഡിൽ ചെയ്യും. റാൽ ബോ ഖോ ഷെറ്റെ റാൽ ബ്രോസിയാൻ തരാ. കർത്താവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ആ വാക്ക് എന്നോടാണ്. ഞാൻ ഹാൻഡിൽ ചെയ്യും. താങ്ക് യു ലോർഡ്. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ തന്നെ ആയിരിക്കുക. ദൈവാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ഒരു കീ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആ കീ ഉപയോഗിച്ച് ഇനി തുറന്നാൽ മാത്രം മതി. ആ കീ ഉപയോഗിച്ച് ഇനി തുറന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. കീ ഉപയോഗിച്ച് തുറന്നാൽ മാത്രം മതി. ആ വാക്ക് നമുക്ക് കിട്ടി, കീവേഡ് കിട്ടി. കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് പിടിക്കണം. കീ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കീ ഉണ്ടാക്കിയ ആളെവിടെയെന്നുള്ളത് നമ്മൾ നോക്കാൻ നിൽക്കരുത്. ആ കീ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാതിൽ തുറക്കാനാന്ന് മാത്രം അറിഞ്ഞാൽ മതി. വാതിൽ ഏതാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഒരു കീ കയ്യിൽ തന്നു, അതൊരു ഗെയിമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു ഗെയിമാണ്. കീ കയ്യിൽ തന്നു, അപ്പം നമ്മൾ ഡോർ ഏതാന്നുള്ള അറിഞ്ഞാൽ മതി. ചിലപ്പോൾ നമ്മൾ ഒരു ഡോറെ മുട്ടും, ചിലപ്പോൾ അതായിരിക്കത്തില്ല അതിൻ്റെ കീ, വേറെ ആയിരിക്കും. അടുത്തൊന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ആ ഒന്നേ തുറന്നിട്ട് തുറന്നില്ല എന്ന് പറഞ്ഞ് ബാക്കി വിട്ടേച്ചും പോകരുത്. നിനക്ക് തുറക്കാനുള്ള ഒത്തിരി ഡോറുകളുണ്ട്. അതിൽ ഏതോ ഒന്നിൻ്റെ കീ ആണ് ദൈവം ഏൽപ്പിച്ചത്. ഞാൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ ഹാൻഡിൽ ചെയ്യും. ദൈവം സഹായിക്കട്ടെ. എന്തായാലും കർത്താവ് ഇന്നൊരു ഡോറ്
തുറക്കാനുള്ള സമയമായി. ചിലപ്പോൾ നിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ഡോറായിരിക്കാം, മക്കളുമായി ബന്ധപ്പെട്ട ഒരു ഡോറായിരിക്കാം, സ്പിരിച്വൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോറായിരിക്കാം, നിങ്ങളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോറായിരിക്കാം. എന്തുമാകാം. ദൈവം ഒരു വേർഡ് കീ തന്നിട്ടുണ്ടെങ്കിൽ ആ കീ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് അത് എനിക്ക് വേണ്ടി കർത്താവ് വിട്ടേക്കുന്നൊരു കാര്യം. എന്തായാലും തുറക്കാനാണ് കീ ഏൽപ്പിക്കുന്നത്. ഇതൊരു കീ വേർഡാണ്. ഞാൻ ഹാൻഡിൽ ചെയ്യും. ഒബ്വിയസ്ലി ഇന്നത്തെ മെസ്സേജും ഏകദേശം അങ്ങനത്തെ മെസ്സേജ് തന്നെ ഏൽപ്പിച്ചത് ദൈവം എന്നെ. അപ്പോൾ ആ തന്ന വാക്കും ഇതുമായിട്ട് നല്ല ബന്ധമുണ്ട്. ദൈവം തന്ന ആ വേർഡും ദൈവം തന്ന കീ വേർഡും ഞാൻ എടുത്തേക്കുന്ന വചനവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ നല്ല ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തിരുവെഴുത്ത് ദൈവം എന്നെ ഏൽപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആർക്കൊക്കെയോ വേണ്ടി ദൈവം ഇന്ന് പണി കഴിപ്പിച്ച ആ താക്കോൽ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും വളരെ വിശ്വാസത്തോടും വളരെ ഏകാഗ്രതയോടും കൂടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. അല്പം നേരത്തെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തിന് വിടുന്നു. പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നത് പോലെ ശുശ്രൂഷകൾ മുമ്പോട്ട് പോകട്ടെ. ഈ യൂട്യൂബിലും സൂമിലുമായി ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഉള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ 2023 തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് തന്ന ഒരു കീ വേർഡാണ് ദിസ് ഇസ് ദ അനദർ ഇയർ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ദൈവം തന്നൊരു കീ വേർഡാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ആ വാക്ക് ഞാൻ ഇതിനകത്ത് പറയാറുണ്ട്. ദൈവം വളർത്തുന്ന ഒരു വർഷമാണ്. തീർച്ചയായും ദൈവം നമ്മെ വളർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ വളർച്ചയ്ക്ക് തടസ്സമായി മുന്നേ ഉയർന്നു നിൽക്കുന്ന പല ശിഖരങ്ങളും ദൈവം വെട്ടി നിന്റെ വളർച്ചയ്ക്ക് സഹായകരമായ രീതിയിൽ ആ അറ്റ്മോസ്ഫിയർ പരിശുദ്ധാത്മാവ് തുറക്കും. നിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി ഉയർന്നു നിൽക്കുന്ന, നിനക്ക് മുന്നേ വളർന്നതായിരിക്കാം, നിനക്ക് മുന്നേ നിന്നതായിരിക്കാം, നിനക്ക് മുന്നേ ഉള്ളതായിരിക്കാം, പക്ഷേ ദൈവം പ്രതീക്ഷയോടെ നട്ടുവച്ചിരിക്കുന്ന ഒരു വൃക്ഷത്തിന് വളർന്നു വരാൻ കഴിയാത്ത തരത്തിലാണ് മറ്റുള്ളതിൻ്റെ ശിഖരങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിന്റെ റൂട്ടിന് തടസ്സമായിട്ടാണ് വേറെ ശിഖരങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അതിൻ്റെ ബ്രാഞ്ച് വെട്ടി നിന്നെ വളരുമാറാക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഭയങ്കരമായ ഒരു ആത്മസാന്നിധ്യത്തിൽ എന്നെ ദൈവം നിർത്തുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. ഞാനിത് പറയുന്നതൊക്കെ പ്രവചനങ്ങളാണെന്ന് എനിക്കറിയാം. ദൈവം താങ്കളെ ഒരിടത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോടൊരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പ്രോമിസ് നട്ടത് ദൈവമാണ്. നിങ്ങൾ ചോദിച്ചിട്ടല്ല ആ പ്രോമിസ് ദൈവം നിങ്ങൾക്ക് തന്നെ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ദൈവം തന്ന പ്രോമിസാണ്. ദൈവം നിങ്ങളെ നട്ടിട്ടുണ്ടെങ്കിൽ നട്ടപ്പോൾ അറിയാം എപ്പോൾ ഫലം കായ്ക്കണം. പക്ഷെ ഫലം കായ്ക്കുന്ന അത്രയും പൊക്കത്തിലെത്തിയപ്പോൾ പിന്നെയും പൊങ്ങാനും പിന്നെയും വളരാനും ഒക്കെ മറ്റ് ബ്രാഞ്ചുകൾ, മറ്റ് കരങ്ങൾ, മറ്റ് ശാഖകൾ, മറ്റ് വ്യക്തികൾ, മറ്റ് ബന്ധങ്ങൾ തടസ്സമാണെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആ തടസ്സങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയാണ്. എന്തായാലും ഒരു ഉദ്ദേശം, ഒരു കാര്യം ഉറപ്പാണ്, നട്ട നിന്നെ മാറ്റി നടത്തില്ല, നട്ട നിന്നെ അവിടെ തന്നെ വളരുമാറാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആരോടോ ഈ ദൂത് കൈമാറുകയാണ്. നിന്നെ പിഴുതയോ അവനവിടെ പറ്റത്തില്ല, പഴുത് മാറ്റി മറ്റൊരിടത്ത്. നോ, നട്ട ദൈവം കറക്റ്റ് ലൊക്കേഷനിലും ഡെസ്റ്റിനേഷനിലും നല്ല മണ്ണിലുമാണ്, നല്ല നിലത്തുമാണ് നിന്നെ നട്ടെ. പക്ഷേ താങ്കൾക്ക് ഉയരാൻ കഴിയാതെ വണ്ണം ഭാരമായി എന്തെങ്കിലും അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ദൈവം നട്ടതൊരിക്കൽ പോലും ദൈവം അനുദപിക്കാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ എൻ്റെ ദൈവം ഒരിക്കൽ അനുദപിച്ചു. എന്താണെന്നറിയോ? മനുഷ്യനെ ഉണ്ടാക്ക കൊണ്ടവൻ അനുദപിച്ചു.
എപ്പോഴും അനുതപിക്കുന്ന ദൈവമല്ല. ഒരിക്കലായി അവൻ അനുതപിച്ചു, വീണ്ടും ഒരിക്കലായി അവൻ ഒരു മറുപടി നൽകി, പുത്രനെ നൽകിക്കൊണ്ട് അനുതാപത്തിന് പരിഹാരം ഉണ്ടാക്കി. പിന്നെ ഇനി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നത് പുത്രന്റെ നാമത്തിലാണ്. ഏത് കീറാമുട്ടി വന്ന് നിന്നാലും ഉടൻ ആ ഫോർമുലയ്ക്കകത്ത് പുത്രന്റെ നാമം ഇടും, ആ കേസ് ഉടനെ സോൾവ് ആകുകയാണ് ചെയ്യുന്നത്. അത് പുതിയ നിയമ പദ്ധതിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആത്മാവ് ആരോടോ പറയുന്നു, ദൈവം നിന്നെ വളരുമാറാക്കും, ദൈവം നിന്നെ വളരുമാറാക്കും, ദൈവം നിന്നെ വളരുമാറാക്കും. ഞാൻ ഹാൻഡിൽ ചെയ്യും. എസ്തേറിന്റെ പുസ്തകം പഠിക്കുകയാണെങ്കിൽ എസ്തേറിനെയും പരിശുദ്ധാത്മാവ് ഒരിടത്ത് കൊണ്ട് നട്ടു. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്. എസ്തേറിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം. എസ്തേറിന്റെ പുസ്തകം, ഗ്ലോറി ടു ഗോഡ്. വളരെ ചിന്തയോടെ വളരെ താല്പര്യത്തോടെ എനിക്ക് ഭയങ്കര ഒരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മളൊരു മെസ്സേജിലേക്ക് പ്രവേശിച്ചിട്ടുള്ളപ്പോഴെല്ലാം ഭയങ്കരമായ ഡെലിവറൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. എസ്തേറിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം, അതിൻ്റെ ഗ്ലോറി ടു ഗോഡ്, 4-ാമത്തെ അധ്യായം. എസ്തേറിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. എൻ്റെ വോയിസ് ഓക്കെ ആണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. എസ്തേറിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം, എസ്തേർ എന്ന് പറയുന്ന ആ പെൺകുട്ടി ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല. എസ്തേർ എന്ന് പറയുന്ന പെൺകുട്ടി വളർത്തപ്പെട്ടത് രാജകൊട്ടാരത്തിലല്ല. എസ്തേറിന്റെ അപ്പനും അമ്മയും രാജകുമാരനും രാജകുമാരിയും അല്ല. പക്ഷേ ഇപ്പോൾ അവൾ വസിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. ഇപ്പോൾ അവൾ ആയിരിക്കുന്നത് രാജകീയ സംരക്ഷണത്തിനകത്താണ്. പക്ഷെ ഇപ്പോൾ അവൾ നിൽക്കുന്നത് രാജാവിൻ്റെ മേൽനോട്ടത്തിലാണ്. ഇപ്പോൾ അവർ പാർക്കുന്നത് രാജകീയ പദവിയോടെയും രാജകീയ പ്രൗഢിയോടും കൂടെയാണ്. ഞാൻ ആത്മാവിൽ ഈ ദൂതിനെ ഞാൻ സഭയിലേക്ക് കൈമാറുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു വലിയ പ്രസൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടായിരിക്കത്തില്ല, വളർത്തപ്പെട്ടത് ഒരു ദൈവ പൈതലായിട്ടായിരിക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലും, ഇപ്പോൾ ആയിരിക്കുന്നത് രാജാവിൻ്റെ മേൽനോട്ടത്തിലും, ഇപ്പോൾ പാർക്കുന്നത് ദൈവരാജ്യ കൊട്ടാരത്തിനകത്തും, ഇപ്പോൾ സംസാരിക്കുന്നത് രാജാവിനെ കുറിച്ചും, ഇപ്പൊ കെയർ ഓഫ് പറയുന്നത് രാജാവിൻ്റെ നാമത്തെ ചൊല്ലിയും ആണ് എന്നിരിക്കെ, ഒരു എസ്തേറിന്റെ മേൽ വീണതുപോലത്തെ ഒരു ദൈവപ്രസാദം, ഒരു എസ്തേറിന്റെ മേൽ വീണതുപോലത്തെ ഒരു ദൈവിക അനുകൂലത, ഒരു എസ്തേറിന്റെ മേൽ വീണതുപോലത്തെ ഒരു ദൈവിക പ്രസൻസ്, ഒരു എസ്തേറിന്റെ മേൽ നിറഞ്ഞു നിന്നതുപോലത്തെ ഒരു ദൈവിക ഗ്ലോറി എസ്തേറിന്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചതുപോലത്തെ ഒരു മാറ്റം ഇന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയും ജീവിതത്തിൽ സംഭവിക്കും. എവിടെ നിന്നറിയാമോ? കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, സാധാരണ അവസ്ഥയിൽ നിന്ന് ഒരു അസാധാരണമായ ഒരു ഔന്നിത്യത്തിലേക്ക് എൻ്റെ ദൈവം തന്നെ പ്രവേശിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ. അവൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതിയാണ്.
ആ പെൺകുട്ടിയും മൊർദെഖായിയും ദൈവം തെരഞ്ഞെടുത്തൊരു ജാതിയാണ്. അവർ യഹൂദ വംശജനാണ്. യഹൂദന്മാരിലേക്ക് പുതുനിയമത്തിന്റെ കൈമാറ്റത്തെ ദൈവാത്മാവ് നൽകിയപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുള്ള അവരുടെ ജീവിതത്തിൽ കൊട്ടാരമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിക്കാത്തത് കൊണ്ട്, രാജകീയ പ്രൗഢി ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിക്കാത്തത് കൊണ്ട്, ഞാൻ എങ്ങനെയും ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കാത്തത് കൊണ്ട്, എന്റെ അപ്പനെയും അമ്മയും കൊന്നുകളഞ്ഞവനെ എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്താത്തത് കൊണ്ട്, വളർത്തച്ഛനാകുന്ന മൊർദെഖായിയുടെ ശിക്ഷണത്തിന് കീഴ്പ്പെട്ടത് കൊണ്ട്, സകല വാക്കിലും കൽപ്പനയിലും മൊർദെഖായിയെ അനുസരിച്ചത് കൊണ്ട്, ദൈവാത്മാവ് തനിക്ക് വെച്ചിരുന്ന സകല അവസ്ഥകളെയും മാറ്റി തന്നെ കുടിലെന്ന അനുഭവത്തിൽ നിന്ന് കൊട്ടാരം എന്ന അനുഭവത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് ആയിരുന്നു ദൈവം തിരഞ്ഞെടുത്ത പെൺകുട്ടിയുടെ മേൽ വീണ ദൈവിക പ്രസാദം. ആദ്യ പടി. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. ഇന്ന് ദൈവം എസ്തേറിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്നറിയാമോ? ഞാൻ ഓരോ എസ്തേറുമാരോടാണ് ഈ സംസാരിക്കുന്നത്. ചരിത്രത്തിലേക്കൊന്നും ഒരുപാട് ഞാൻ പോകുന്നില്ല. കണ്ടന്റ് മാത്രം പറഞ്ഞ് നമുക്കുള്ള ദൂത് റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവം എസ്തേർ ആകുന്ന താങ്കളുടെ കയ്യിൽ, എസ്തേറിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ഡ്യൂട്ടി ചെറുതൊന്നും അല്ല കേട്ടോ. ഇനി അതുകൂടെ പറഞ്ഞു തരാം. അതുകൂടെ പറഞ്ഞുതരാം. എസ്തേർ എന്ന് പറയുന്ന ആ വനിതയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ഡ്യൂട്ടി ചെറുതല്ല. ചെറിയ എസ്തേറിലേക്ക് നിങ്ങളൊന്ന് ആദ്യം നോക്കിക്കേ. ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. കാരണം അപ്പനും ഇല്ല, അമ്മയും ഇല്ല, ജ്യേഷ്ഠനും ഇല്ല, അനുജത്തിയും ഇല്ല, ആരുമില്ല. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ന്യായമായും ആ സ്ത്രീക്കുണ്ടാകാം, ആ പെൺകുട്ടിക്കുണ്ടാകാം. സമ്പത്ത് വേണ്ടത്ര ഇല്ല, മൊർദെഖായി കനിഞ്ഞാലേ ഉള്ളൂ. അപ്പോ രണ്ടാമത്തെ കാര്യം, സമ്പത്തിനെ ചൊല്ലി ഒന്നും പ്രശംസിക്കാനില്ല. ബന്ധുബല ഇല്ല, കാരണം മൊർദെഖായി മരിച്ച ആ കൊച്ചു അനാഥയാണ്. ബന്ധുബല ഇല്ല. അപ്പോ വീണ്ടും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗിന്റെ ഒക്കെ, അല്ല ആശ്രയിക്കാൻ വേറെ ആരും ഇല്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാകാം. എസ്തേറിന് ചർച്ചക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇപ്പൊ ആരും ഇല്ലല്ലോ. ആരും ഇല്ലെങ്കിൽ ആരും കാണത്തില്ലല്ലോ. അതാണല്ലോ ഇപ്പൊ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലെങ്കിൽ പിന്നെ സ്വന്തക്കാർ പോലും കാണത്തില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെയൊക്കെ ന്യായമായും ചിന്തിക്കാൻ വകയുള്ള ഒരു സാധാരണ പെൺകുട്ടി, നമ്മളെ പോലെ ഒരു സാധാരണ വ്യക്തി, അപ്പൊ താമസിക്കുന്നത് മൊർദെഖായിയുടെ കനിവിലാണ്. കാരണം അപ്പനും അമ്മയും മരിച്ചപ്പോൾ തന്റെ വളർത്തു മകളായി മൊർദെഖായി എസ്തേറിനെ ഏറ്റെടുത്തു. അവിടെ ആദ്യത്തെ ഒരു അഡോപ്ഷൻ അവിടെ നടക്കുകയാണ്. എസ്തേറിന്റെ ജീവിതത്തിൽ ഒരു അഡോപ്ഷൻ. നോക്ക, എന്നെയും താങ്കളെയും ഒക്കെ ദൈവം ഇതുപോലെ അഡോപ്റ്റ് ചെയ്തതാണ്. ഏതിന്റെയൊക്കെ ഇടയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. ആരും ഇല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗിന്റെ നടുവിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെയൊക്കെ അഡോപ്റ്റ് ചെയ്തതാണ്. ഇന്ന് എനിക്ക് പറയാനൊരു പിതാവുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇന്ന് എനിക്ക് പറയാനൊരു പിതാവുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോ അവൾ കെയർ ഓഫ് ചെയ്യുന്നത് മൊർദെഖായിയുടെ കയ്യിലാണ്. മൊർദെഖായിയുടെ കയ്യിലാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന മൊർദെഖായിയുടെ കയ്യിലാണ്. ഒരു പ്രായം വരെ നിങ്ങളെ ഭൗതികമായി വളർത്താനും ശാരീരികമായി വളർത്താനും ആത്മീയമായി വളർത്താനും ഒക്കെ ദൈവം ചിലരുടെ കയ്യിൽ ഏൽപ്പിക്കും. ഒരു സമയം വരെയൊക്കെ ദൈവം ഏൽപ്പിക്കും. എല്ലാ കാലവും ദൈവം അവരിലൂടെ അല്ല നിന്നെ വളർത്തുന്നേ. ചിലടത്ത് ദൈവം നിന്നെ നിർത്തും. എല്ലാ കാലവും ദൈവം നിന്നെ അവിടെ നിർത്തണമെന്നുമില്ല. നീ പാലെന്ന അവസ്ഥയിൽ നിന്ന് ഭക്ഷണം എന്ന അവസ്ഥ എടുക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ദൈവം നിന്നെ മാറ്റും. ഗ്ലോറി ടു ജീസസ്. ഇപ്പോ മൊർദെഖായിയുടെ ശിക്ഷണം ഈ പെൺകുട്ടിക്ക് ആവശ്യമാണ്. കാരണം മൊർദെഖായിയുടെ കയ്യിൽ എസ്തേർ എന്ന് പറയുന്ന അനാഥ എന്ന് പറയാൻ പറ്റില്ല. അവൾക്കിപ്പോ ഒരു നാഥനുണ്ട്, മൊർദെഖായി ഉണ്ട്. പക്ഷെ അവൾ അനാഥ ആയതിൽ നിന്നും വീണ്ടും അവൾക്കൊരു വളർത്തച്ഛനായി വന്ന വ്യക്തിയാണ് ഈ മൊർദെഖായി. പക്ഷേ ഈ പെൺകുട്ടിയെ മൊർദെഖായിയുടെ കയ്യിൽ ഏൽപ്പിച്ച ദൈവം എല്ലാ കാലവും അസാധാരണ അവസ്ഥയിൽ ഇട്ടേക്കാൻ തീരുമാനിച്ചില്ല. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ഞാൻ എസ്തേറുമാരോടാണ് ഇന്ന് രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലും സൂമിലും ഒക്കെ എന്നെ കാണുന്ന എസ്തേറുമാരോടാണ്. നിങ്ങൾ ചിന്തിച്ചില്ലേ, എല്ലാ കാലവും എൻ്റെ ജീവിതം ഈ കുടിൽ സമാനമാണോ? ഞാൻ ഈ വലിയ ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഹാഷ്ബൂഷ് ആയിട്ടുള്ള ലൈഫിനെ കുറിച്ചല്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ ജനറലി പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം.
ആത്മീയമായി മാത്രം നിങ്ങൾ അതിനെ കണ്ടാൽ മതി, ചിന്തിച്ചാൽ മതി. എല്ലാ കാലവും എൻ്റെ അവസ്ഥകൾ ഇങ്ങനെ തന്നെയാണോ? എല്ലാ കാലവും എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണോ? എൻ്റെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്ന് മാറും? എൻ്റെ ഈ അവസ്ഥ എന്ന് മാറും? എൻ്റെ ഈ കണ്ണുനീർ എന്ന് മാറും? എൻ്റെ ഈ ഒറ്റപ്പെടൽ എന്ന് മാറും? എൻ്റെ ഈ നിരാശ എന്ന് മാറും? ദൂതുകൾ ഒത്തിരിയുണ്ട്, പ്രവചനങ്ങൾ ഒത്തിരിയുണ്ട്, വഴിയെ പോകുന്ന പാസ്റ്റർമാർ പോലും കയറി പ്രവചിച്ചിട്ട് പോകും, പക്ഷെ ഒരു പ്രോമിസ് പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന, ദൈവപ്രീതിക്ക് വേണ്ടി നറുക്ക് വീണിരിക്കുന്ന എസ്തേറമാരോടാണ് ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുന്നത്. ഗ്ലോറി ടു ഗാഡ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, അവളുടെ ബാല്യകാലവും അവളുടെ യൗവനകാലവും എല്ലാം മൊർദെഖായി എന്ന വ്യക്തിക്ക് കീഴ്പ്പെട്ടായിരുന്നു, എന്ന് വെച്ചാൽ അനുസരണമുള്ളൊരു വ്യക്തിയായിരുന്നു. തിരുവെഴുത്ത് പറയുന്നത്, മൊർദെഖായി പറഞ്ഞ കൽപ്പന അവൾ അനുസരിച്ചു, അവൾ അനുസരിച്ചു, അവൾ അനുസരിച്ചു. അനുസരണത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു ഭയങ്കര അനുഗ്രഹമുണ്ട്. അനുസരണത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന ഒരു വലിയ ദൈവിക പ്രസാദമുണ്ട്. അനുഗ്രഹത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന ഒരു ഭയങ്കര ദൈവിക നന്മയുണ്ട്. ഒരാമേൻ പറഞ്ഞേ. നമ്മൾ ചിന്തിക്കും, ചില കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്താ, അയാൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്താ, അയാളുടെ വാക്കിന് ഞാൻ വില കൊടുത്തില്ലെങ്കിൽ എന്താ, ഈ ഒരു ചെറിയ കാര്യം ചെയ്തില്ലെങ്കിൽ എന്താ. ബട്ട് നോ, ദൈവരാജ്യത്തിനകത്ത് എവിടെ കയറി ഏത് മുക്കും മൂലയും പരിശോധിച്ചാലും അനുസരണം കെട്ടവനെ ശാസിക്കുന്ന ഒരു പിതാവിനെ കാണാം. ശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിന്റെ ഏടുകൾ കയറി പരിശോധിച്ചാലും പുതിയ നിയമത്തിന്റെ ഏടുകൾ കയറി പരിശോധിച്ചാലും അനുസരണം കെട്ടവനെ ശാസിക്കുന്ന ഒരു പിതാവിനെ കാണാം. ഇവിടെ എസ്തേറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അനുസരണമുള്ളവളായിരുന്നു. കൽപ്പന അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. തിരുവെഴുത്തിൽ കൽപ്പനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ബൈബിളിൽ കൽപ്പനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ തോന്നിയ വാസം പോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവം കൽപ്പന എന്ന് പറയുന്ന ആദ്യത്തെ സമ്പ്രദായം മനുഷ്യന്റെ ഇടയിൽ കൊണ്ടുവന്നത്. അതായത് ഒരു ട്രെയിൻ ഉണ്ടാക്കിയിട്ടിട്ട് അതിനോടാനുള്ള റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചതുപോലെ, ട്രെയിൻ ഉണ്ടാക്കി അവിടെ ഇട്ടാൽ മാത്രം പോരല്ല, അതിന് ഓടാനുള്ള പാത വേണ്ടേ. പാത എന്ന വണ്ണമാണ് നിയമങ്ങൾ, പ്രമാണങ്ങൾ, കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ട്രെയിൻ എന്ന ഞാൻ കൽപ്പനയ്ക്കകത്ത് കയറി നിന്നാ മതി, ഓടിക്കോളും. ഓടിക്കേണ്ട എങ്ങനെയാന്ന് കൂടെ അറിയണം. ആത്മീയ ജീവിതം എങ്ങനെ ഓടിച്ചു കൊണ്ടുപോകണമെന്ന് അറിയണം. ഇവിടെ ഈ എസ്തേറിന് അതറിയാമായിരുന്നു. കൽപ്പന അനുസരിക്കുന്നതിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവപ്രസാദം ഉണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഞാൻ ചിലപ്പോ ഒക്കെ പറയാറില്ലേ, നിങ്ങൾ ഈ തിരുവെഴുത്തിന് ഒരു ആമേൻ പറഞ്ഞേ, നിങ്ങൾ ആമേൻ പറഞ്ഞേ. പക്ഷേ സർവേക്കല്ല് പോലെ ഇരിക്കാത്ത സകല മനുഷ്യരും ആമേൻ പറയും. ആമേൻ പറയുന്നതിനകത്ത് എന്തായിരിക്കുന്നത്? സ്തോത്രം പറയുന്നതിനകത്ത് എന്തായിരിക്കുന്നത്? നോക്കൂ, നിങ്ങളുടെ വായ കൊണ്ട് പറയുന്നതിനകത്ത് ഒരു ഡെലിവറൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പണ്ട് പറയാത്ത വ്യക്തി ആയതുകൊണ്ട് ഇപ്പൊ പഠിച്ച കാര്യം പറയുക കേട്ടോ. ഞാൻ പണ്ട് പറയത്തൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കും, മിണ്ടാതിരിക്കും. എനിക്കിഷ്ടമല്ല അങ്ങനെ മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ മെസ്സേജ് വളരെ സൈലന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കണം എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ദേവദാസന്മാർ പറയും, അപ്പുറത്തിരിക്കുന്ന വ്യക്തി കൈ കൊടുത്തൊന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞേന്ന് പറയും. പറയത്തില്ല, എന്നെ തോണ്ടാൻ വന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇപ്പോ എന്തും അനുസരിക്കുന്നൊരു സ്വഭാവം ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. ഒരാമേൻ പറയാൻ പറഞ്ഞ ആമേൻ പറയും. കൈ കൊടുത്തിട്ട് പറഞ്ഞ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞത് പറയും. പറയുന്നതിനകത്ത് വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട്. പറയുന്നതിനകത്ത് വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട്. പറയുന്നതിനകത്ത് വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട്. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈഗോ കാണാൻ പറ്റത്തില്ല. കാരണം മിഖായേൽ പറഞ്ഞത് ഗബ്രിയേൽ പറയത്തില്ല, ഗബ്രിയേൽ പറഞ്ഞത് അതിന്റെ ചെറിയ ദൂതം പറയത്തില്ല എന്നൊന്നുമില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ ഈഗോ കളഞ്ഞ് താൻ പറഞ്ഞത് തന്നെ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറി ടു ജീസസ്. എല്ലാ ഈഗോസും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് മാറ്റുന്നു. എല്ലാ എതിർപ്പുകളെയും യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയുന്നു. എല്ലാ ഉണർവിന് തടസ്സമായി നിൽക്കുന്ന ചിന്തകളെയും യേശുവിന്റെ നാമത്തിൽ വെട്ടുന്നു. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. അപ്പോ ഇവിടെ ഇപ്പൊ മൊർദെഖായി ഇത്രയും നാളും എസ്തേർ മൊർദെഖായിക്കാണ് കീഴ്പ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ആശ്രയിച്ചത്. ഇപ്പൊ മൊർദെഖായി എസ്തേറിനെ ആശ്രയിക്കേണ്ട ഒരു ഘട്ടം
എസ്തേറിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം വരെ എത്തിയപ്പോൾ വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുടിലിനകത്ത് അനുസരണം കാത്തു സൂക്ഷിച്ചവളെ ദൈവം കൊട്ടാരത്തിന്റെ അനുഭവത്തിലേക്ക് അപ്പോയിന്റ് ചെയ്തു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, നിങ്ങൾ ജനിച്ചത് വെച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ജനിച്ചത് വെച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ജനിച്ച അവസ്ഥ വെച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ വളർന്നു വന്ന അവസ്ഥ വെച്ച് ചിന്തിക്കണ്ട. ഒരു രാജാവുമായി നിനക്ക് കണക്റ്റ് ആകാനുള്ള ഒരു അവസരം പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ആ കാലഘട്ടത്തിലാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. ഒരു സർവശക്തനാകുന്ന രാജാവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നീ നിൽക്കുന്നത്. ഇന്ന് നിന്റെ കാര്യം അവൻ ഏറ്റെടുക്കുന്ന ഒരു രാത്രിയാണ്. ഇന്ന് നിന്റെ വിഷയം അവൻ ഏറ്റെടുക്കുന്ന ഒരു രാത്രിയാണ്. യെസ്, അത് കണക്ട് ആകുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദൂതും ഇതും കണക്ട് ആകുന്നുണ്ട്. ഇനിയുള്ള നിന്റെ കാലം ദൈവം ഏറ്റെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് ദൈവാത്മാവ് ഈ സീസൺ മാറ്റുകയാണ്. ഇനിയുള്ള നിന്റെ ദിവസങ്ങൾ ദൈവം ഏറ്റെടുക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം കാര്യങ്ങൾ മാറ്റുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ, എസ്തേർ ചെന്ന അഹശ്വേരോസ് രാജാവിന്റെ മുന്നിൽ നിന്നപ്പം അഹശ്വേരോസ് രാജാവിനെ പോലെ ഒരു വ്യക്തി എസ്തേർ രാജ്ഞിയോട് ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാകുന്നു സുന്ദരിയെ നീ ആഗ്രഹിക്കുന്നത്? എസ്തേറേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയാനാണ് നീ അന്തഃപുരത്തു നിന്ന് രാജസന്നിധി വരെ നടന്നു വന്നിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും കുഞ്ഞെ, നീ ഇരിക്കുന്ന ഭവനത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധി വരെ നീ പ്രാർത്ഥനയിൽ സഞ്ചരിച്ചെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഈ ദൂത് നിന്റെ ചെവിയിലേക്ക് എത്തുന്നത്. അന്തഃപുരത്ത് വിശ്രമിച്ചിരിക്കാൻ മനസ്സ് വരാതെ രാജസന്നിധിയിൽ ചെന്നു നിന്ന് ബോധിപ്പിക്കേണ്ട ചില വിഷയങ്ങൾക്ക് മടി കാണിച്ചിരിക്കാതെ, എന്ത് കഷ്ടപ്പാട് സഹിച്ചും, എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും, എന്ത് വേദന സഹിച്ചും, എന്ത് യാതന സഹിച്ചും, എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ രാജസന്നിധിയിൽ ചെന്ന് നിന്ന് എന്റെ വേദന ബോധിപ്പിക്കുമെന്ന് ചിന്തിച്ച് ഇന്ന് രാജസന്നിധിയുടെ മുൻവശത്ത് നിൽക്കുന്ന ആരെയോ നോക്കി, ദൈവപ്രസാദത്തിന്റെ മുന്നിൽ നിൽക്കുന്ന, ദൈവ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്ന, ദൈവ ശ്രദ്ധയുടെ മുമ്പിൽ നിൽക്കുന്ന ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവാത്മാവ് നിന്നോട് ചോദിക്കുന്നു, ഈ 2023 ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം എസ്തേറേ? എന്ത് ചെയ്തു തരണം എസ്തേറേ? എസ്തേർ പോയി നിൽക്കുന്ന സമയം കൂടെ നോക്കണം. ക്ഷണിക്കപ്പെടാത്ത സമയം. വിശദീകരിച്ചു തരാം. ക്ഷണിക്കപ്പെടാത്ത, എനിക്ക് ഈ എസ്തേറിന്റെ പുസ്തകം മുഴുവൻ പഠിപ്പിക്കാനുള്ള സമയമില്ല കേട്ടോ. അതുകൊണ്ട് അതിനകത്തുള്ള കണ്ടന്റ് മാത്രമാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ലാംഗ്വേജിൽ പറയാം. എന്താണെന്നറിയോ? ഒരു സാഹചര്യം ഇല്ലാത്ത സമയം. എസ്തേറിന് ഇപ്പോ വസ്തി രാജ്ഞി അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് എസ്തേറിന് അവിടെ പ്രവേശനം കിട്ടിയത്. ചിലരുടെ അനുസരണക്കേട് നിന്റെ പ്രവേശനത്തിന് വഴിവെക്കും. ചിലരുടെ പിന്മാറ്റം നിന്റെ പ്രീതിക്ക് വഴിവെക്കും. ചിലര് വിശ്വാസം വിട്ടൊക്കെ പിന്നിലോട്ട് പോകുന്നത് നിന്നെ ദൈവം ഉപയോഗിക്കുന്നതിന് കാരണമായി തീരും. ചിലര് നിന്നോടുകൂടെയൊക്കെ സെപ്പറേറ്റ് ആയി നിൽക്കുന്നത് ദൈവപ്രീതി നിന്റെ മേൽ ഉദിക്കുന്നതിന് കാരണമായി തീരും. ചിലരൊക്കെ എനിക്ക് ഇങ്ങനെ പറ്റൂ എന്ന് പറയുന്നത് ദൈവത്തിന് നിന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് കാരണമായി തീരും. ചിലരൊക്കെ കൂടെ നിൽക്കാത്തത് ദൈവത്തിന്റെ 2 കണ്ണും നിന്നിലേക്ക് പതിയുന്നതിന് കാരണമായി തീരും. ഇപ്പൊ ഒരു വസ്തി രാജ്ഞി, എനിക്ക് എല്ലാ സൗഭാഗ്യമുണ്ട്, ഇപ്പൊ ഇയാൾ പറയുന്ന കേട്ടാൽ എനിക്ക് ജീവിക്കാൻ പറ്റുവോളോ എന്നൊരു അഹങ്കാരം ആ സ്ത്രീയുടെ ഉള്ളത്തിൽ ഉദിച്ചതാണ് അവളുടെ സീറ്റ് അങ്ങ് താഴെ പോയത്. അഹങ്കാരം ദൈവം തരുന്ന സകല നന്മകളെയും തൂകുന്നതിനുള്ള കാരണമായി തീരും. എല്ലാ അഹങ്കാരവും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. എല്ലാ വിദ്വേഷവും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. എല്ലാ ഹെഡ് വെയ്റ്റിന്റെ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇടിച്ചു കളയുന്നു. ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുക. അഹങ്കാരമുള്ള വസ്തിയെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് നീക്കി അനുസരണമുള്ള എസ്തേറിനെ ദൈവം രാജസീറ്റിലേക്ക് അപ്പോയിന്റ് ചെയ്തു. ഓ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുന്നു. എല്ലാ മഹത്വവും ആഴമേറിയ ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ലാ ബ്രോഷിയാന്തലേ. ഓക്കെ, എസ്തേർ
അപ്പൊ എസ്തേർ വന്ന് രാജസന്നിധി നിൽക്കുന്നത്, നിങ്ങളൊന്ന് നോക്കി, എസ്തേർ വന്ന് രാജസന്നിധി നിൽക്കുന്നത്, ഓ മൈ ഗാഡ്, എസ്തേർ വന്ന് രാജസന്നിധിയിൽ നിൽക്കുന്നത്, ആമേൻ ആമേൻ ആമേൻ, ഷാൽട്ടാറു ഹോസി ഖമാനബ ലാബ്രോ ഷെറ്റേലേറിയ ലേഗ്രോ ഷിഖബാബ. പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. റിഖാബാന ശംദുനെ റിഗാർത്ഥന റിയാർത്ഥുനെ ലിബ്രേനിയ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ദൈവമക്കളെ. ഷാബാ ഖവോലെ നെബേഷിയ നർഹേസിസ് ലേ ഓ റോഹോസ്തി ബ്രൈറ്റോ ഷബാത് ഖേനിയ റബ്ബി ലേ ബ്രോസ്തോ റിഖാമ ഷൽട്ടേനി ആൽഖേനിയ അന്തർഖമാന. താങ്ക് യു ജീസസ്. ലേ ബ്രോ ഷറ്റേലെ ബ്രൈറ്റോ റാസ്തോ ഗ്രോഥോ ഷൽഖാന മാസ്കിയാന. താങ്ക് യു ജീസസ്. എസ്തേർ വന്ന് രാജസന്നിധി നിൽക്കുന്ന, രാജസന്നിധിയിൽ ഒരു വ്യക്തിക്ക് പ്രവേശനം വേണമെങ്കിൽ ക്ഷണം വേണം. രാജസന്നിധിയിൽ ഒരു വ്യക്തിക്ക് പ്രവേശനം വേണമെങ്കിൽ ക്ഷണം വേണം. എന്നാൽ എസ്തേറിനെ സംബന്ധിച്ച് എസ്തേർ തന്നെ പറയുന്നുണ്ട്, രണ്ടാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞു വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. ക്ഷണം ലഭിച്ച ഒരിക്കൽ രാജസന്നിധിയിൽ ചെന്നാൽ രണ്ടാമതും അവളെ കാണണം എന്ന് രാജാവിന് തോന്നാതെ പ്രവേശനം ഇല്ല. അവിടെ ചെന്നു കഴിഞ്ഞാൽ രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന പൊൻചെങ്കോൽ അവൾക്ക് നേരെ നീട്ടാതെയും അവൾക്ക് ആ പൊൻചെങ്കോലിൽ തൊടാൻ അവസരം കിട്ടാതെയും ഇരുന്നാൽ പിന്നെ അവളുടെ ചരിത്രം അന്നത്തോടെ തീരുകയാണ്. അതാണ് രാജനിയമം. എന്നാൽ 15-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബിഹയേലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണനും അന്തഃപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അതൊരു അഭിഷേകമല്ലേ? അതൊരു അഭിഷേകമല്ലേ? ഒരു വ്യക്തിക്ക് അകാരണമായി മറ്റൊരു വ്യക്തിയോട് വെറുപ്പ് വരണമെങ്കിൽ, ഒരു വ്യക്തി എത്ര നല്ലത് ചെയ്താലും അവനെക്കുറിച്ച് എപ്പോഴും ദോഷം മാത്രം കണ്ടു പറയണമെങ്കിൽ, എത്ര നന്മ ഒരുവനിലുണ്ടെങ്കിലും അവനിലെ എവിടെ ഒരു ചെറിയ തിന്മയുണ്ട് എന്ന് മാത്രം കണ്ടെത്തി ചൂഴ്ന്നു പറയണമെങ്കിൽ, എത്ര നന്നായി ജീവിച്ചാലും അവനെക്കുറിച്ച് എത്രത്തോളം മോശമായി സംസാരിക്കാൻ പറ്റും അത്രത്തോളം മോശമായി സംസാരിക്കാൻ മറ്റുള്ളവർ തുനിയണമെങ്കിൽ, അവനിലെ നന്മ കാണാതെ തിന്മ മാത്രം പറയുകയും അവനെ നല്ല രീതിയിൽ അംഗീകരിക്കാതെ ദോഷമായി മാത്രം ചിത്രീകരിക്കുകയും ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദുഷ്ടവ്യാപാരമുണ്ട്. നിങ്ങളെന്ന വ്യക്തി എത്രയോ നന്മയുള്ളൊരു വ്യക്തിയായിരിക്കും, പക്ഷേ നിങ്ങളിലെ ഇത്തിരിയും പോകുന്ന തിന്മ മാത്രം ഉയർത്തി കാണിച്ച് നിങ്ങളുടെ നന്മ കൂടെ ചവിട്ടിത്താഴ്ത്തുന്ന അവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, ഇന്ന് എസ്തേറിന്റെ മേൽ വീണ ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് ഉണ്ട്. എസ്തേറിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് ഉണ്ട്. തിരുവെഴുത്ത് പറയുന്നു, എസ്തേറിനെ കണ്ട എല്ലാവർക്കും, അപ്പൊ അറിയാവുന്നവർക്ക് മാത്രമല്ല അറിയാത്തവർക്കും കൂടെ ഇവൾ വന്ന് മുന്നിൽ നിന്നാൽ അവളോട് പ്രീതി തോന്നുന്ന ഒരു അഭിഷേകം. ഭാര്യമാർക്ക് ഇങ്ങനെ ഒരു അഭിഷേകം വളരെ അത്യാവശ്യമാണ്. ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ഒരു അഭിഷേകം വളരെ അത്യാവശ്യമാണ്. മക്കളുടെ മുമ്പിൽ അമ്മമാർക്കും അപ്പന്മാർക്കും ഇങ്ങനെ ഒരു അഭിഷേകം വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ബോസിന്റെ മുമ്പിൽ ജോലിക്കാരൻ ഇങ്ങനെ ഒരു അഭിഷേകം വളരെ അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ അഭിഷേകം വളരെ എമർജൻസിയായി വ്യാപരിക്കേണ്ട ഒരു അഭിഷേകമാണ്. എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അപ്പൊ തോന്നിപ്പിക്കുന്ന ഒരഭിഷേകം ഇവളുടെ അകത്തുണ്ടായിരുന്നു, ഇവളുടെ മേലുണ്ടായിരുന്നു. കാര്യം എന്നാ? അവൾ ജീവിച്ച കാലഘട്ടത്തിലെല്ലാം കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് അനുസരണത്തോടെ ജീവിച്ച ഒരു ദൈവ പൈതലായിരുന്നു. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ അതിലേക്ക് പോണ്ട എസ്തേറിനെ കാണുന്ന എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും എന്നാണ് തിരുവെഴുത്ത് പറഞ്ഞേക്കുന്നത്.
അഞ്ചാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ക്ഷണിക്കപ്പെടാതെ എസ്തേർ വീണ്ടും 4-ാമത്തെ അധ്യായത്തിൽ പോയവൾ 5-ാമത്തെ അധ്യായത്തിൽ വീണ്ടും എസ്തേർ രാജസന്നിധിയിൽ ചെല്ലുമ്പോൾ, 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. കണ്ടോ? അപ്പൊ കൃപ തോന്നിപ്പിക്കുന്ന ഒരു അഭിഷേകം. ഒത്തിരി ടൈപ്പ് ഓഫ് അനോയിന്റിങ് ഉണ്ട് കേട്ടോ. തിരുവെഴുത്തിൽ പറയുന്നത് മാത്രമല്ലാതെ ഒത്തിരി അഭിഷേകങ്ങൾ ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒത്തിരി അഭിഷേകമുണ്ട്. അത് നമുക്ക് പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നമ്മുടെ മേൽ പകരുന്ന ഒന്നാണ്. ഇനി അവളോട് കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്റെ രാജദണ്ഡ് നിന്റെ നേരെ നീട്ടിക്കൊണ്ട് നിന്നോട് കൃപ തോന്നി ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്നത് എന്താ? വിഷയം പറയാൻ കഴിയുകയാണോ? എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതാണ് കർത്താവേ, എൻ്റെ അപേക്ഷകൾ ഇതാണ് കർത്താവേ എന്ന് പറയുകയാണോ? അതോ ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവൻ നിന്റെ നേരെ നീട്ടിയ ആ കൃപയിലേക്കൊന്ന് തൊടാൻ കഴിയുകയാണോ? ആദ്യം അവിടെ സംഭവിക്കുന്നതൊരു ബന്ധമാണ്. രാജാവ് അനുകൂലമായി നീട്ടിയ പൊൻചെങ്കോൽ, രാജദണ്ഡിൽ പൊൻചെങ്കോലിലേക്ക് അവളുടെ വിരൽ കൊണ്ട് തൊട്ട് ആ അനുകൂലതയെ, ദൈവത്തിന്റെ അനുകൂലതയെ, തന്റെ രാജാവിന്റെ അനുകൂലതയെ താൻ സ്വീകരിക്കുന്നു എന്നുള്ള അനുസരണത്തിന്റെ സ്പർശനമാണ് ആദ്യം അവിടെ വെളിപ്പെടുന്നത്. രണ്ടാമതാണ് ചോദ്യം ഉയരുന്നത്, എസ്തേർ രാജ്ഞിയെ, എന്താകുന്നു നിന്റെ അപേക്ഷ? ആദ്യം വേണ്ടത് ഒരു ബന്ധമാണ്. അപ്പനും മകളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ദൈവവും ദൈവവൈതലും തമ്മിലുള്ള ബന്ധം. ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ചോദ്യങ്ങൾക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിനും അർഹതയുള്ളൂ. ഇവിടെ ബന്ധമില്ല, സ്നേഹമില്ല, അനുസരണയില്ല. പക്ഷെ വാതോരാതെ വലിയ സൂപ്പർ മാർക്കറ്റ് ലിസ്റ്റ് പോലെ നമ്മുടെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്ത്രീ ചെയ്തത് എന്താണെന്ന് നോക്കൂ, എസ്തേർ ചെയ്തത് എന്താണെന്ന് നോക്കൂ. അവളെ കണ്ട രാജാവ് അവൾക്ക് നേരെ അനുകൂലം, കാരണം ആ ചെങ്കോല് നീണ്ടില്ലെങ്കിൽ ആ സെക്കൻഡിൽ അവളെ തല കണ്ടാവും, സെക്കൻഡിൽ അവളെ കൊല്ലും. കാരണം അനുകൂലമല്ലാതെ വന്ന് നിൽക്കുന്ന വ്യക്തിയാ. കുഞ്ഞേ, ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറട്ടെ. എസ്തേർ എന്ന് പറയുന്ന വ്യക്തി രാജസന്നിധിയിൽ നിൽക്കുന്ന സമയം അനുകൂലമല്ലാത്ത സമയമാണ്. അവൾക്ക് ക്ഷണമില്ല, അവൾക്ക് അവിടെ വരാനുള്ള ഓപ്ഷൻ ഇല്ല, അവസരമില്ല. ഞാൻ ഇതിനെ നേരെ തിരിച്ചിടുക കേട്ടോ നമ്മുടെ ജീവിതത്തിലേക്ക്. നാം ഓരോരുത്തരുമാകുന്ന എസ്തേറിന് ദൈവസന്നിധിയിൽ വരാനുള്ള അവസരം കാണണമെന്നില്ല, പ്രാർത്ഥിക്കാനുള്ള അവസരം കാണണമെന്നില്ല, സമയം കാണണമെന്നില്ല, സാഹചര്യം കാണണമെന്നില്ല, മനസ്സ് കാണണമെന്നില്ല, ആരോഗ്യം കാണണമെന്നില്ല. പക്ഷേ മൊർദെഖായിയോട് പറഞ്ഞു, ഞാൻ രാജസന്നിധി വരെ ചെന്നെത്തിയാൽ എന്റെ വിഷയം ഞാൻ ബോധിപ്പിക്കും. ഞാൻ മടങ്ങി വന്നില്ല എന്നിരിക്കും, എങ്കിലും ഞാൻ അവിടം വരെ ചെല്ലും. ഇതായിരുന്നു എസ്തേറിന്റെ ഉറപ്പ്. ഈ ഉറപ്പ് ഒരുവന്റെ സ്പിരിച്വൽ ലൈഫിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഉറപ്പൊരുത്തന്റെ സ്പിരിച്വൽ ലൈഫിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, സകല തടസ്സങ്ങളെയും ഭേദിച്ച് അവൻ രാജാവിന്റെ മുമ്പിൽ മുഖം കാണിച്ചിരിക്കും. രാജാവിന്റെ മുമ്പിൽ നീ ചെന്നെത്തിയാൽ നിന്റെ നേരെ ഒരു അനുകൂലത്തിന്റെ ചെങ്കോൽ നീളും. വിശ്വസിക്കുന്നു. പലരും രാജസന്നിധി വരെ എത്തുന്നില്ല, രാജാവിന്റെ ഉദ്യോഗസ്ഥരുടെ മുന്നേ വരെ എത്തി. ഇന്നിവിടെ പ്രവേശനം ഇല്ല എന്ന് പറയുമ്പോൾ തിരിച്ചു വരുന്നതാ പതിവ്. ഇന്നിവിടെ പ്രവേശനം ഇല്ല, രാജാവിന് ഇന്ന് മുഖം കാണിക്കാൻ ഒക്കത്തില്ല, രാജാവ് ബിസിയാ, ഇതാന്ന് പറഞ്ഞ് കേട്ട് മാറി നിക്കടാന്ന് പറഞ്ഞ് രാജസന്നിധി വരെ ചെല്ലാനുള്ള ഒരു ചങ്കൂറ്റം. അതിനവൾ മേളിലൊരു വാക്ക് പറയുന്നല്ലോ, ഒരു വാക്ക് ഈ വാക്യം തുറന്നപ്പോ പറയുന്നല്ലോ. 3-ാം ദിവസം എസ്തേർ കിടക്കപ്പായിന്ന് എഴുന്നേറ്റ് നേരെ ചെന്നു എന്നല്ല പറയുന്നേ. നീ ആരാണെന്നറിയണമെങ്കിൽ വചനം പറയുന്നു, 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട്, രാജവസ്ത്രം ധരിക്കണം.
ആത്മീയനാന്ന് പറഞ്ഞാ പോരാ, പ്രാർത്ഥിക്കുന്നവനെന്ന് പറഞ്ഞാ പോരാ. പ്രാർത്ഥിക്കുന്നവനൊരു യൂണിഫോം ഉണ്ട്. നിന്നെ കണ്ടാൽ അറിയണം. പുറം നോക്കി പറയരുത് കേട്ടോ, പുറം നോക്കി പറയരുത്. ഹല്ലേലൂയ. ഇവിടെ തിരുവെഴുത്ത് പറയുന്നു, എസ്തേർ രാജ്ഞിക്ക് പെട്ടെന്നൊരു വിഷയം വന്നപ്പം ചാടി എഴുന്നേറ്റ് ഇട്ടിരുന്ന വസ്ത്രവും ഓടിപ്പോയി. ഉറപ്പായിട്ട് ചെക്ക് പോസ്റ്റിൽ തടയും. ആരാ? കാരണം രാജ്ഞി മാത്രമല്ല അവിടെ ഉള്ളത്. ആരാന്ന് ചോദിക്കും. പിന്നെ രാജസന്നിധിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യൂണിഫോം വേണം. ഹല്ലേലൂയ. ഇത്ര വലിയ പോലീസുകാരനാണെങ്കിൽ യൂണിഫോം ഇല്ലെങ്കിൽ ഒരു വിലയുമില്ല. ഇത്ര വലിയ DGP ആണെങ്കിലും തോളി സ്റ്റാർ ഇല്ലെങ്കിൽ ഒരു വിലയുമില്ല. യൂണിഫോം ഇല്ലെങ്കിൽ ഒരു വിലയില്ല. ഇതുപോലെ തന്നെയാണ് സ്പിരിച്വൽ ലൈഫ്. ഒരു ആത്മീയനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പറയാം, പോലീസുകാരന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നാലെങ്കിൽ യൂണിഫോം മാറ്റിയിട്ട് ആത്മീയനെ സംബന്ധിച്ചിടത്തോളം 24/7 യൂണിഫോം ധരിക്കേണ്ടവനാണ്. ആത്മീയ വസ്ത്രം ധരിക്കേണ്ടവനാണ് ആത്മീയൻ. കാരണം അവനെ സംബന്ധിച്ച് എപ്പോഴാണ് അവന്റെ ഡ്യൂട്ടി വരുന്നതെന്ന് അറിയാനൊക്കത്തില്ല. അവന്റെ ഡ്യൂട്ടി ചിലപ്പോൾ അവന് പാതിരാത്രി 1 മണിക്കായിരിക്കും ഡ്യൂട്ടിക്ക് വിളിക്കുന്നത്, ചിലപ്പോൾ അവനെ 2:30 മണിക്കായിരിക്കും ഡ്യൂട്ടിക്ക് വിളിക്കുന്നത്, ചിലപ്പോൾ അവനെ 5 മണിക്കായിരിക്കും ഡ്യൂട്ടിക്ക് വിളിക്കുന്നത്, ചിലപ്പോൾ ഒരു രാത്രി ഫുൾ അവനെ ഡ്യൂട്ടിക്ക് വിളിച്ചെന്നിരിക്കും. മനസ്സിലായി കാണണം. പ്രാർത്ഥിക്കുന്നവർക്ക് പിടികിട്ടും കാര്യം, പ്രാർത്ഥിക്കുന്നവർക്ക് പിടികിട്ടും. അവൻ എപ്പോഴും യൂണിഫോം ധരിക്കണം. ഇവിടെ തിരുവെഴുത്ത് പറയുന്നു, എസ്തേർ രാജ്ഞിക്ക് ദൈവസന്നിധിയിൽ രാജസന്നിധിയിൽ ചെന്ന് അപേക്ഷ ബോധിപ്പിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോ അവൾ ആദ്യം ചെയ്തത് രാജവസ്ത്രം ധരിച്ചു. ഹെവൻലി യൂണിഫോം ആരെങ്കിലും അഴിച്ചു മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, കൽപ്പനകളും ചട്ടങ്ങളും അഴിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഒരു ആത്മീയ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, വിശുദ്ധിയും വേർപാടും അഴിച്ചു വെച്ചിട്ടുള്ള ഒരു ആത്മീയ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ വഴിയിൽ തടയപ്പെടും. കാരണം ഈ രാജവസ്ത്രം കണ്ടാൽ അറിയാം മുന്നിൽ നിൽക്കുന്നവർക്ക് രാജകുമാരിയാണ് വരുന്നത്, അല്ലെങ്കിൽ രാജസന്നിധിയിലേക്കാണ് പോകുന്നത്. അറിയാം രാജസന്നിധിയിലേക്കാ പോകുന്നതെന്നും പാൻട്രിയിലേക്കല്ല പോകുന്നതെന്നും അറിയാം. കാരണം രാജവസ്ത്രം ധരിച്ചിട്ടുണ്ട്. നിന്റെ ചലനങ്ങൾ കാണുമ്പം അറിയണം നീ ഒരു ആത്മീയനാണ്. നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയണം ആത്മീയനാണ്. ആരാ അറിയേണ്ടതെന്നും കൂടെ നിങ്ങൾക്ക് അറിയില്ല, അത് ഞാൻ ഇനി എടുത്ത് പറയണ്ടല്ലോ. നിങ്ങളുടെ അപ്പിയറൻസ് കാണുമ്പോൾ അറിയണം ഇവൻ ഒരു ആത്മീയനാണ്. 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രവും ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന്റെ നേരെ നിന്നു. രാജാവ് രാജഗൃഹത്തിൽ നിന്ന് പൊൻചെങ്കോൽ നീട്ടി അവൾ അതിന്റെ അഗ്രം തൊട്ടു. 2-ാമത്തെ കാര്യം, രാജവസ്ത്രം ധരിച്ചവൻ എന്നാ പിന്നെ എനിക്ക് ജോലി കിട്ടി, വരുമാനവുമായി, നീയിപ്പ എന്തായാലും എൻ്റെ കുടുംബവും കുട്ടികളും സേഫാന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ദൈവം നിനക്ക് നേരെ നീട്ടിയ അനുകൂലതയുമായി നിനക്കൊരു ബന്ധം വേണം. നീ അതിന്റെ അഗ്രം തൊടണം. നീ അതിന്റെ അഗ്രം തൊട, ചെങ്കോലിന്റെ അഗ്രം തൊടണം. അവിടെ മുതൽ അടുത്ത ചോദ്യം നിന്റെ അടുത്ത് വരികയാ, നിന്റെ അപേക്ഷ പറയുക. ഈ ആരായിരുന്നു? ബർത്തിമായി എന്ന് പറയുന്ന അന്ധനായ മനുഷ്യന്റെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ ഒരു ചോദ്യം വന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ചുമ്മാ വന്ന് ചോദിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ ഓടിച്ചെന്ന് യേശുവിനെ പിടിച്ചിട്ടാണ് ഈ ചോദ്യം തന്റെ മുമ്പിൽ വന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. ബർത്തിമായി യേശുവിനെ തൊട്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ തന്റെ നിലവിളി കൊണ്ടാ യേശുവിനെ തൊട്ടേ. ദാവീദ് പുത്ര, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ, എന്നോട് കരുണ ഉണ്ടാകണമേ. ഈ നിലവിളി ഒരു ദിവസം 3 പ്രാവശ്യം എന്നുള്ള രീതിയിൽ ഗുളിക രൂപത്തിലല്ല ചെയ്തത്. നിലവിളിച്ചുകൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു, കാത്തുകൊണ്ടേയിരുന്നു, വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഒറ്റ ശ്രുതിയെ കേട്ടുള്ളൂ, യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു. ഈ വാക്ക് മാത്രമേ കേട്ടുള്ളൂ. കുഞ്ഞെ, പ്രാർത്ഥനയിൽ മടുത്തുപോയ ആരോടോ ആണ്, പ്രാർത്ഥനയിൽ മടുപ്പ് തുടങ്ങിയ ആരോടോ ആണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വാക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി ഇതിനകത്തുനിന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എസ്തേർ രാജസന്നിധിയിൽ ചെന്നിട്ട് അച്ചാച്ച എന്തോ പറയണോന്നോർത്താ ഇവിടെ വരെ വന്നത് എന്ന് പറഞ്ഞു നിന്നില്ല. അവൾ എന്തിനു വേണ്ടി രാജസന്നിധിയിൽ വന്നു എന്നതിനെ കുറിച്ച് അവൾ വ്യക്തമായി
വ്യക്തമായി ബോധവാനായിരുന്നു. 2, അവൾ രാജസന്നിധിയിൽ വന്നപ്പോൾ രാജവസ്ത്രം ധരിച്ചു എന്ന് അവൾ ഉറപ്പുവരുത്തിയിരുന്നു. ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്ന പലരും ഉറപ്പുവരുത്തേണ്ട ഒന്നാണ്, ഞാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് എന്ന് ഉറപ്പുള്ളവനോട് ദൈവം ഏത് രാത്രിയിലും ദൈവം അവനോട് സംസാരിക്കാൻ തയ്യാറാകും. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഇവിടെ നിലവിളി കൊണ്ട് യേശുവിന്റെ ശ്രദ്ധയാകർഷിച്ച ബർത്തിമായിയോട് ചോദിക്കുന്നു, മനുഷ്യ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാകുന്നു നിന്റെ ആവശ്യം, നിന്റെ ആഗ്രഹം, നിന്റെ നിലവിളി എന്തിനു വേണ്ടിയാകുന്നു? ഇന്ന് രാത്രിയിലും ഒരു അന്ധനായ മനുഷ്യന് ഒരു നിലവിളി കൊണ്ട് യേശുവിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുമെങ്കിൽ, ക്ഷണം കിട്ടാതെ ദൈവാഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന എസ്തേറിന് ക്ഷണമില്ലാതെ രാജസന്നിധി വരെ ചെന്ന് തനിക്ക് നേരെ നീട്ടിയ പൊൻചെങ്കോലിന്മേൽ തൊടാൻ കഴിയുമെങ്കിൽ, ഒരംഗവൈകല്യവുമില്ലാത്ത, ഒരു കാഴ്ചക്കുറവുമില്ലാത്ത, ഏത് സമയവും ഏത് പാതിരാത്രിയിലും സ്വതന്ത്രമായി ആ കൃപാസനത്തിലേക്ക് അരികിലേക്ക് പോകാൻ കർത്താവായ യേശുക്രിസ്തു മൂലവും അവന്റെ പരിശുദ്ധ രക്തം മൂലവും പ്രവേശനം ലഭിച്ച നമുക്ക് എന്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ അനുകൂലമായി നീട്ടിയിരിക്കുന്ന ചെങ്കോലിന്മേൽ തൊട്ടുകൂടാ? തിരുവെഴുത്ത് പറയുന്നു, 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ സമയത്ത്, ഇത് മൊർദെഖായി എസ്തേറിനോട് ചോദിക്കുന്നതാണ്. കാരണം യഹൂദ വംശത്തെ ആബാലവൃദ്ധം ജനത്തെയും, യഹൂദയിലുള്ള ആബാലവൃദ്ധം ഇസ്രായേൽ മക്കളെയും, ആബാലവൃദ്ധം യഹൂദന്മാരെയും, കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ മുതിർന്ന വയസ്സായവരെ വരെ കൊന്നുകളയാൻ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ വ്യാജരേഖയുണ്ടാക്കി, ചതിച്ച് രാജാവിനെ കൊണ്ട് രേഖയുണ്ടാക്കി കയ്യിൽ സൂക്ഷിക്കുമ്പോഴാണ് മൊർദെഖായി എസ്തേറിനോട് പറയുന്നത്, എടി മോളെ, ദൈവം നിന്നെ ആദ്യം എവിടുന്ന നിന്റെ ജീവിതം തുടങ്ങിപ്പിച്ചത്? മോളെ, നീ എങ്ങനെയാ വളർന്നത്? മോളെ, നീ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? നീ ജനിച്ചപ്പ ഇല്ലാത്ത ഒരു അഭിഷേകം ഇപ്പം നിനക്കില്ലേ? നീ ജനിച്ചപ്പ ഇല്ലാത്തൊരു ബന്ധം ഇപ്പം നിനക്കില്ലേ? നീ ജനിച്ചപ്പ ഇല്ലാത്ത ഒരു വിശ്വാസം ഇപ്പം നിനക്കില്ലേ? നീ വളർത്തപ്പെട്ടപ്പോ ഇല്ലാത്ത ഒരു സൗഭാഗ്യം ഇപ്പം നിനക്കില്ലേ? നീ വളർന്നു വന്നപ്പോഴും പഠിച്ചപ്പോഴും ഇല്ലാത്തൊരു ഹെവൻലി കണക്ഷൻ ഇപ്പം നിനക്കില്ലേ? ഈ സമയവും നീ മിണ്ടാതിരുന്നാൽ, ഈ സമയവും നീ മൗനമായിരുന്നാൽ, ഈ സമയവും നീ നാവ് ചലിപ്പിക്കാതിരുന്നാൽ, യഹൂദന്മാരുടെ രക്ഷ എവിടെ നിന്ന് വരും? ദൈവം നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിച്ച സമയത്ത് ഇല്ലാത്ത ഒരു വിശ്വാസം, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത സമയത്തില്ലാത്ത ഒരു അഭിഷേകം, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത സമയത്തില്ലാത്ത ഒരു ദൈവിക കണക്ഷൻ, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത സമയത്തില്ലാത്ത ഒരു പ്രത്യാശ ഇന്ന് രാത്രിയിലും നിന്റെ ഉള്ളത്തിൽ കേട്ട അനേക വചനങ്ങളിലൂടെയും ദൂതുകളിലൂടെയും ഉപമകളിലൂടെയും ദൈവം താങ്കളെ പഠിപ്പിച്ചു വെച്ചിരിക്കുമ്പോ, യഹൂദന്മാർക്ക് വേണ്ടി ഒരു എസ്തേർ മൗനമായി ഇരുന്നത് പോലെ, ഒരു മൊർദെഖായി ഇടപെടുന്നത് വരെ അവൻ മൗനമായിരുന്നു. പക്ഷേ ഒരു വാ തുറക്കേണ്ട സമയത്തും ഇന്നും എസ്തേർമാർ വാ അടച്ചു വെച്ച് മൗനമായി ഇരിക്കുന്നു എങ്കിൽ, യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നതുപോലെ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സംസ്ഥാനത്തിനും നിങ്ങളുടെ രാജ്യത്തിനും നിങ്ങളുടെ ഭാരതത്തിനും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി എസ്തേറിന്റെ മേൽ പകർന്നതുപോലെ ഒരു അഭിഷേകത്തോടെയും എസ്തേറിന്റെ ജീവിതത്തിൽ നൽകിയതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാനത്ത് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുമ്പോഴും ഇന്നും പ്രാർത്ഥിക്കാൻ മടി കാണിച്ചും, ഒരു രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കാൻ മടി കാണിച്ചും, അവധികൾ പറഞ്ഞും, അവതാ പറഞ്ഞും, എക്സ്ക്യൂസ് പറഞ്ഞും, പല കാര്യങ്ങൾ പറഞ്ഞും, സമയക്കുറവ് പറഞ്ഞും, ആരോഗ്യ പ്രശ്നം പറഞ്ഞും, മാനസിക നിലകളെ കുറിച്ച് പറഞ്ഞും, ഇന്ന് ദൈവം നിങ്ങളുടെ മേൽ തന്നിരിക്കുന്ന സ്ഥാനം മറന്നാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഒരു മൊർദെഖായിയുടെ ശബ്ദത്തോടെ ഇന്ന് രാത്രി ആത്മാവ് തിരുവെഴുത്തിൽ നിന്ന് ദൈവാത്മാവ് ചിലരോട് ചോദിക്കുന്നു, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഹല്ലേലൂയ. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. നിങ്ങളെ കൊണ്ട് തീരുന്നതാണോ ശുശ്രൂഷ? അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് തീരേണ്ടതാണോ ശുശ്രൂഷ? നിങ്ങളെ കൊണ്ട് തീരേണ്ടതാണോ ആത്മീയ ജീവിതം? നിങ്ങൾ കൊണ്ട് തീർന്നു പോകേണ്ടതാണോ വിശ്വാസ ജീവിതം?
നിങ്ങൾ കൊണ്ട് തീർന്നു പോകേണ്ടതാണോ ദൈവരാജ്യം? ഒരു കൈമാറ്റം നടത്തണമെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകണം. ഒരു ആമേൻ പറഞ്ഞേ. ഒരു കൈമാറ്റം നടത്തണമെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകണം. എസ്തേറേ, ഇന്ന് നീ മൗനമായിരുന്നാലും യഹൂദന്മാർക്കുള്ള രക്ഷ ദൈവം ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി തുറക്കും. പക്ഷേ നീ സംസാരിക്കേണ്ടടുത്ത് നീ സംസാരിക്കണം. ദൈവം ഇപ്പൊ രാജവസ്ത്രം ഉടുപ്പിച്ചേക്കുന്നത് നിന്നെയാണ്. ദൈവം രാജവസ്ത്രം ഏൽപ്പിച്ചിരിക്കുന്നത് നിനക്കാണ്. ദൈവം രാജവസ്ത്രം അണിയിച്ചിരിക്കുന്നത് നിനക്കാണ്. മോളെ, നീ തിരിഞ്ഞു നോക്കിക്കേ. നിന്നെ പോലെ സുന്ദരികളായ സ്ത്രീകൾ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും രാജാവിന് നിന്നോട് ഒരു പ്രീതി തോന്നിയെങ്കിൽ നിന്റെ മേൽ മറ്റുള്ളവരുടെ മേൽ ഇല്ലാത്ത ഒരു പ്രത്യേക അഭിഷേകമില്ലേ? അതുകൊണ്ട് ഈ സമയം നീ മിണ്ടാതിരുന്നാൽ അത് നല്ലതല്ല. ഈ സമയം നീ മിണ്ടാതിരുന്നാൽ, ഇത് പ്രാർത്ഥനയിൽ മടുപ്പുള്ള, വിശ്വാസത്തിൽ മടുത്തു തുടങ്ങിയ, ആത്മീയ ജീവിതത്തിൽ ശുഷ്കാന്തി കുറഞ്ഞ ചിലരോട് ദൈവാത്മാവി വാക്കറിയിക്കുകയാണ്, ഇപ്പോൾ നീ മിണ്ടാതിരിക്കുന്നത് നന്നല്ല. ഇപ്പോൾ നീ മൗനമായിരിക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ. Pray and pray and pray. നീ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ മിണ്ടാതിരിക്കുന്നത് നന്നല്ല. നീ ദൈവത്തോടുകൂടെ ചേർന്നിരിക്കേണ്ട സമയത്ത് നീ മിണ്ടാതിരിക്കുന്നത് നന്നല്ല. നീ സഭയുമായി ചേർന്നിരിക്കേണ്ട സമയത്ത് നീ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് നന്നല്ല. നീ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കേണ്ട സമയത്ത് മൗനമായിരിക്കുന്നത് നന്നല്ല. നീ രാജസന്നിധിയിൽ ചെല്ലേണ്ട സമയത്ത് അന്തഃപുരത്തിൽ കിടന്ന് ഉറങ്ങുന്നത് നന്നല്ല. നീ രാജാവിന്റെ ചെങ്കോലിന്മേൽ തൊടേണ്ട സമയത്ത് മറ്റുള്ളവരെ തൊട്ടോണ്ടിരിക്കുന്നത് നന്നല്ല. നീ ദൈവസന്നിധിയിൽ ചെന്നു നിൽക്കേണ്ട സമയത്ത് നീ വീട്ടിൽ കിടന്നുറങ്ങുന്നത് നന്നല്ല. നീ ദൈവത്തോട് വിഷയങ്ങൾ ബോധിപ്പിക്കേണ്ട സമയത്ത് എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്നല്ല. ഗ്ലോറി ടു ജീസസ്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. ഗ്ലോറി ടു ജീസസ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, ദൈവം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നെ രാജവസ്ത്രം ഉടുപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് ചില വിഷയങ്ങൾ നിന്നിലൂടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കർത്താവ് നിന്നെ രാജവസ്ത്രം ധരിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മ ഉണർത്തിയെടുക്കുകയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ അതിന്റെ കാരണവും കൂടെ പറയുന്നുണ്ട്. രാജവസ്ത്രം ആ വ്യക്തിയുടെ മേൽ വരാൻ ഉള്ള കാരണം കൂടെ പറയുന്നുണ്ട്. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. ചിലർക്ക് പകരക്കാരനായിട്ടാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്, അല്ലേ? നമ്മളെക്കാൾ കഴിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും പല രീതിയിലും നിലയിലും ഗുണങ്ങളുള്ളവരും ഒക്കെ നമുക്ക് ചുറ്റും ഇടം വല നിൽക്കുമ്പോഴല്ലേ ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെയും നിങ്ങളുടെയും മേലൊക്കെ വന്നത്. ഒരു പകരക്കാരനായി ദൈവം നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങളുടെ ദേശത്ത് മറ്റാർക്കും ഇല്ലാത്ത ഒരു ഭാഷാവരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് വേറെ ആർക്കും ഇല്ലാത്ത ചില അനോയിന്റിങ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ദൈവം നിങ്ങളെ അനോയിന്റ് ചെയ്തതിന്റെ പിന്നിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. അനോയിന്റിങ് ചെയ്യുമ്പോൾ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ മൊർദെഖായി ചോദിച്ചത്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, ഈ അന്ത്യകാലത്ത് നീ വാടച്ചു വെച്ച് മിണ്ടാതിരുന്നാൽ, ഇപ്പോഴും നീ പ്രവചനവും കേട്ടുകൊണ്ട് മിണ്ടാതിരുന്നാൽ, ഒരു രക്ഷയ്ക്ക് വേണ്ടി ആര് ദൈവസന്നിധിയിൽ നിലവിളിക്കും? ഹല്ലേലൂയ. ഒരു രക്ഷയ്ക്ക് വേണ്ടി, ഒരു ജീവനെ തിരിച്ചു പിടിക്കേണ്ടതിന് വേണ്ടി ദൈവാത്മാവ് നിയോഗിച്ച വ്യക്തിയാണ് എസ്തേർ എന്ന് പറയുന്നത്. കണ്ടോ, എവിടെ കിടന്ന വ്യക്തിയാ? ആരും ഇല്ലാത്ത വ്യക്തി ഇപ്പൊ അനേകർക്ക് ആരോ ആയി മാറിയ ഒരു സമയമായത്, അല്ലെ? ആരും ഇല്ലായിരുന്നു. ഒരു മൊർദെഖായിലേക്ക് മാത്രം നോക്കുന്നു, മൊർദെഖായിൽ മാത്രം ആശ്രയിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ആരും പറയാനില്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു എസ്തേറിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ആ എസ്തേർ ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി, ആ ഒരു യഹൂദയ്ക്ക് വേണ്ടി
സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമായി, ഒരു ദൂതന്റെ ശബ്ദമായി മാറുന്ന ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. ഒരു ദൈവം ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു യഹൂദയ്ക്ക് മുഴുവനും, ഒരു യഹൂദ രാഷ്ട്രത്തിന് മുഴുവനും വേണ്ടി സംസാരിക്കുന്ന ദൈവശബ്ദമായി, ആ കുടുംബത്തിന്റെ നായികയായി ദൈവാത്മാവ് അഭിഷേകം ചെയ്യുകയാണ്. Glory to Jesus. ആ വ്യക്തി താങ്കളാണ്. ആ വ്യക്തി താങ്കളാണ്. ആരുമില്ലാതിരുന്ന താങ്കളെ ആർക്കൊക്കെയോ ആരൊക്കെയോ ആക്കി ദൈവം ഇപ്പൊ വെച്ചിരിക്കുകയല്ലേ. ആരും അല്ലാതിരുന്ന താങ്കളെ ഇപ്പൊ ആരുടെയൊക്കെയോ ആരൊക്കെയോ ആക്കി ദൈവം വെച്ചിരിക്കുകയല്ലേ. ആരും പറയാനില്ലാത്ത താങ്കളെ, ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത താങ്കളെ ഇപ്പൊ ആർക്കൊക്കെയോ സപ്പോർട്ടാക്കി ദൈവം നിർത്തിയിരിക്കുകയല്ലേ. നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ, ഒരു വാക്കിന് വിലയില്ലാത്ത പത്രോസിനെ നിഴലിന് വിലയുള്ള പത്രോസാക്കി മാറ്റിയ ഒരു ദൈവം ഇന്ന് ആരും അല്ലാത്ത നമ്മളെയൊക്കെ, ആരും അറിയാത്ത നമ്മളെയൊക്കെ, ആർക്കും വേണ്ടാത്ത നമ്മളെയൊക്കെ ആരുടെയൊക്കെയോ ആരൊക്കെയോ ആക്കി ദൈവം നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം ഇതാണ്: ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ഇത് വാ തുറന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ഇത് വാ തുറന്ന് സംസാരിക്കാനുള്ള സമയമാണ്. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ഇത് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കാനുള്ള സമയമാണ്. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ഇത് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ഹാമാന്റെ രേഖ പൊട്ടിച്ചു കളയാനുള്ള സമയമാണ്. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ഹാമാന്റെ വഞ്ചനയെ തകർക്കാനുള്ള സമയമാണ്. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ഇത് വ്യക്തികളെ കൊണ്ടുപോകാനുള്ള കഴുമരത്തെ ഒടിച്ചിടുന്ന പ്രാർത്ഥന പുറത്തു വരാനുള്ള സമയമാണ്. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ഹാമാൻ നാട്ടിയ ആ 10 മുഴം നീളമുള്ള കഴുമരത്തെ ഒടിച്ചു കളയാനുള്ള സമയമാണ്. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ഇത് ദൈവശക്തി ആർജിക്കാനുള്ള സമയമാണ്. ഇത് മനസ്സിലാകുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ആ ദൈവശക്തി ആർജിക്കാൻ തുടങ്ങട്ടെ, ആ ദൈവശക്തി ആർജിക്കാൻ തുടങ്ങട്ടെ. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, നിന്റെ ശബ്ദം പുറത്തു വരാനുള്ള സമയമാണ്. ഇത് മിണ്ടാതെ കിടന്നുറങ്ങാനുള്ള സമയമല്ല, ഇത് രാജവസ്ത്രം ധരിക്കാനുള്ള സമയമാണ്. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിന്റെ പ്രാർത്ഥനയിലൂടെ കഴുമരം തകരുന്ന ഒരു വർഷമായിരിക്കും. നിന്റെ പ്രാർത്ഥനയിലൂടെ മരണം പൊട്ടുന്ന ഒരു വർഷമായിരിക്കും. ഒറ്റ കാര്യമുള്ളൂ, നീ ഒന്ന് ദൈവസന്നിധി വരെ ചെന്നെത്തണം. നീ ഒന്ന് ദൈവസന്നിധി വരെ ചെന്നെത്തണം. നീ ദൈവസന്നിധിയിൽ ചെന്നെത്തിയാൽ നിന്റെ മുമ്പിൽ നീട്ടാനുള്ള ചെങ്കോൽ ഓൾറെഡി അവന്റെ പക്കലുണ്ട്. അതിന്റെ നടുവിൽ നിന്നെ തടയുന്ന ശക്തികളെ ഈ ചെങ്കോൽ തകർക്കും. ജീസസ്. ആ ദൈവസന്നിധിയിൽ നിന്നെ തടയാതിരിക്കേണ്ടതിന് അവൻ ചെങ്കോൽ നീട്ടുന്ന ഒരു ദിവസമായത്. ആ ദൈവസന്നിധിയിലേക്കുള്ള നിന്റെ പ്രവേശനത്തെ തടയാതിരിക്കാൻ ചെങ്കോൽ നീട്ടുന്ന ഒരു സമയമായത്. കുഞ്ഞേ, നിന്റെ പ്രാർത്ഥനയെ തടയുന്ന വ്യക്തികളുണ്ടോ? നിന്റെ ഉപവാസത്തെ തടയുന്ന വ്യക്തികളുണ്ടോ? നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളുണ്ടോ? രാജാവിന്റെ ചെങ്കോൽ ഇന്ന് രാത്രി നിന്റെ നേരെ നീളുകയാണ്. നിനക്ക് അതിന്മേലൊന്ന് തൊടാൻ കഴിയുമോ? മഹാസിയാന റബൽക്കേനി. ഗ്ലോറി. ആ ചെങ്കോൽ അനുകൂലത്തിന്റെ ചിഹ്നമാണ്. ആ പൊൻചെങ്കോൽ അനുകൂലത്തിന്റെ ചിഹ്നമാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് രാത്രിയിൽ നാം ഈ ചെങ്കോൽ നമുക്ക് നേരെ നീളേണ്ടതിനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു ഹാമാൻ യഹൂദ ജനത്തെ കൊല്ലാൻ വേണ്ടി അവര് രാജ്യത്ത് ചിതറിക്കിടക്കുന്നു. അവരുടെ നിയമങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ സമ്പ്രദായങ്ങളും എല്ലാം രാജാവേ വളരെ പ്രശ്നമാണ് എന്ന് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് ആ വംശത്തെ മുഴുവൻ കൊന്നു മുടിക്കാൻ വേണ്ടി ഹാമാൻ രേഖയുണ്ടാക്കിയപ്പോ, നിന്റെ പോക്ക് ശരിയല്ല, നിന്റെ വിശ്വാസം ശരിയല്ല, ഉപദേശം ശരിയല്ല, പ്രാർത്ഥന ശരിയല്ല, വിശ്വാസം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പലരും പല രേഖകളും ഉണ്ടാക്കിയപ്പോ, ഇന്ന് രാത്രിയിൽ അഭിഷേകമുള്ള നിന്റെ പ്രാർത്ഥന എത്ര കഴുമര ഒടിച്ചിട്ടുണ്ടെന്നറിയാവോ? എത്ര മരണക്കെട്ട് പൊട്ടിച്ചിട്ടുണ്ടെന്നറിയാവോ? എത്ര ഹാമാന്റെ രേഖ തകർത്തു എന്നറിയാമോ? എത്ര മുദ്രമോതിരം കൊണ്ടുള്ള സീലുകൾ പൊട്ടിച്ചെന്നറിയാമോ? കമോൺ, ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല. ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല.
ഇന്ന് രാത്രിയിൽ നീ സംസാരിക്കുന്നതിലൂടെ എന്തൊക്കെ തകരുമെന്നറിയാമോ? 1, ഹാമാൻ എഴുതിയ രേഖ തകരും. 2, ഹാമാൻ തയ്യാറാക്കിയ കഴുമരം തകരും. 3, ഹാമാന്റെ പദ്ധതി തകരും. 4, നിന്നെ കൊണ്ടുള്ള ദൈവിക പദ്ധതി വെളിച്ചത്ത് വരും. ഇരുട്ടത്തിരിക്കുന്ന താങ്കളെ ദൈവം വെളിച്ചത്ത് കൊണ്ടുവരും. ഒരു യഹൂദയെ മുഴുവനും അന്ധകാരത്തിന്റെ മരണനിഴലിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന എസ്തേറിന്റെ ശബ്ദമായി നിന്റെ പ്രാർത്ഥന ഇന്ന് രാത്രി സ്വർഗത്തിൽ എത്തണം. അതിന് നീ രാജവസ്ത്രം ധരിക്കണം, രാജസന്നിധിയിൽ വരണം, പൊൻചെങ്കോലിന്മേലൊന്ന് തൊടണം. ഹോ പ്രാർത്ഥിച്ചേ. പിതാവേ, ഞാൻ എന്നെ കേൾക്കുന്ന ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുപ്പച്ച, എല്ലാ വിരോധമായ രേഖകളും ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ജനത്തിനെതിരെ എഴുതിയ എല്ലാ വിരോധമായ രേഖകൾ, ഇവരുടെ നന്മയ്ക്കെതിരെ എഴുതിയ എല്ലാ വിരോധമായ രേഖകൾ, ഇവരുടെ ബന്ധങ്ങൾക്കെതിരെ എഴുതിയ എല്ലാ വിരോധമായ രേഖകൾ, ശബബനഘടക, ഇവരുടെ മുന്നേറ്റത്തിന് എഴുതിയ എല്ലാ വിരോധമായ രേഖകൾ, ഇവരുടെ യാത്രക്കെതിരെ എഴുതിയ വിരോധമായ രേഖകൾ, ഈ വസ്തുവുമായൊക്കെ ബന്ധപ്പെട്ട്, പ്രോപ്പർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തർക്കത്തിലിരിക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അവരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിരോധമായി എഴുതിയ രേഖകൾ, വിരോധമായി എഴുതിയ രേഖകൾ, വിരോധമായി എഴുതിയ രേഖകൾ, പരിശുദ്ധാത്മാവെ ഇന്ന് രാത്രിയിൽ എല്ലാ അന്യായ രേഖകളും പൊട്ടിപ്പോട്ടെ, എല്ലാ അന്യായ രേഖകളും പൊട്ടിപ്പോട്ടെ. ജനത്തിനെതിരെ നിൽക്കുന്ന സകല പൈശാചിക ഉടമ്പടികളും തകരട്ടെ, സകല കഴുമരങ്ങളും തകരട്ടെ. നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പിതാവേ, ഈ കാണുന്ന ഓരോ ജനത്തിനായും പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഓരോ ദൈവമക്കളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിഷയങ്ങളിൽ സ്വർഗം കരുണയായിരിക്കണമേ. ഇവർക്ക് ആവശ്യമായ സൗഖ്യം അവിടുന്ന് പ്രദാനം ചെയ്യണം. എല്ലാ നന്മകളാലും നിറച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും ആശ്വാസത്തോടെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടും കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.